Journey of the raindrop. A tiny raindrop lives in a big fluffy cloud. Now it's coming down to the earth. A big adventure awaits it. Meet the little raindrop. Let's see what happens next. Journey of the raindrop. മഴത്തുള്ളിയുടെ യാത്ര. ഒരു മഴത്തുള്ളിയുടെ യാത്ര. അതാണ് ഇതിൻ്റെ ടൈറ്റിൽ. Journey of the raindrop. A tiny raindrop lives in a big fluffy cloud. A tiny means very small. വളരെ ചെറിയ, അതിനെയാണ് tiny എന്ന് പറയുക. A tiny raindrop, ഒരു വളരെ ചെറിയ മഴത്തുള്ളി, lives in a big, എവിടെയാണ് ജീവിക്കുന്നത്? In a big, വലിയതും അതുപോലെ തന്നെ fluffy cloud, വളരെ സോഫ്റ്റ്. ഫ്ലഫി മീൻസ് സോഫ്റ്റ്, വളരെ മൃദുവായതുമായ ക്ലൗഡിലാണ്, മേഘത്തിലാണ് എ ടൈനി റെയിൻ ഡ്രോപ്സ് ലീവ്സ് ജീവിക്കുന്നത്. നൗ ഇറ്റ്സ് കമ്മിങ് ഡൗൺ ടു ദ എർത്ത്. ഇപ്പോൾ ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ, അത് താഴേക്ക് വരുന്നു, താഴേക്ക് വരാൻ പോവാണ്. എങ്ങനെ? എവിടേക്കാണ്? ടു ദ എർത്ത്, ഭൂമിയിലേക്ക്. നൗ ഇറ്റ്സ് കമ്മിങ് ഡൗൺ ടു ദ എർത്ത്. എ ബിഗ് അഡ്വെഞ്ചർ എവെയ്റ്റ്സ് ഇറ്റ്, ഒരു വലിയ സാഹസികത അതിനെ കാത്തിരിക്കുന്നുണ്ട്. A big adventure awaits it. Meet the little raindrop. ആ ചെറിയ മഴത്തുള്ളിയെ കണ്ടുമുട്ടാം. Let's see what happens next. നമുക്ക് നോക്കാം എന്താണ് അടുത്തതായിട്ട് സംഭവിക്കുന്നതെന്ന്. Ready, set, go. I am a raindrop. I live in a cloud. One day, I saw a flash of lightning across the sky. Suddenly, I heard a loud boom. I was so scared. Get ready to go, little raindrops. The thunder rumbled. A grand adventure awaits you. I felt so excited. I had never been outside the cloud before. ഇപ്പം എന്താ പറയുന്നത്? ആ റെയിൻ ഡ്രോപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഐ എം എ റെയിൻ ഡ്രോപ്പ്, ഞാനൊരു മഴത്തുള്ളിയാണ്. ഐ ലിവ് ഇൻ എ ക്ലൗഡ്, ഞാനൊരു മേഘത്തിലാണ് താമസിക്കുന്നത്. വൺ ഡേ, ഒരു ദിവസം, ഐ സോ എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് അക്രോസ് ദ സ്കൈ. ഞാൻ കണ്ടു എന്ത്? എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്, ഒരു മിന്നലിൻ്റെ പിണർ, മിന്നലിൻ്റെ ഫ്ലാഷ്, ഒരു വെളിച്ചം. ലൈറ്റ്നിങ് മീൻസ് മിന്നൽ. അക്രോസ് ദ സ്കൈ, എവിടെയാണ്? ആകാശത്തിന് കുറുകെയായിട്ട് ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് ഞാൻ കണ്ടു. ഐ സോ എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് അക്രോസ് ദ സ്കൈ. സഡൻലി ഐ ഹേർഡ് എ ലൗഡ് ബൂം. പെട്ടെന്ന് തന്നെ. സഡൻലി മീൻസ് ക്വിക്ക്ലി, സൂൺ എന്നൊക്കെ പറയും, പെട്ടെന്ന്. ഐ ഹേർഡ് എ ലൗഡ് ബൂം, ഞാനൊരു വലിയ ബൂം എന്ന് പറയുന്ന ശബ്ദം കേട്ടു. ഐ വാസ് സോ സ്കെയർഡ്, ഞാൻ വളരെയധികം പേടിച്ചിട്ടുണ്ടായിരുന്നു. ഗെറ്റ് റെഡി ടു ഗോ, ലിറ്റിൽ റെയിൻ ഡ്രോപ്സ്. ദ തണ്ടർ റംബിൾഡ്. അപ്പോൾ തണ്ടർ മീൻസ് ഇടിയാണ്. ഇടിക്ക് തണ്ടർന്നും മിന്നലിന് ലൈറ്റ്നിങ് വന്ന് പറയും. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് പറയുമ്പോൾ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് എന്ന് പറയും. അപ്പോൾ തണ്ടറാണ് റംബിൾ ചെയ്തത്. റംബിൾ എന്ന് പറഞ്ഞാൽ മുഴങ്ങുക, നമ്മൾ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തിനെയാണ് റംബിൾഡ് എന്ന് പറയുക. എന്താ പറയുന്നത്? ഗെറ്റ് റെഡി ടു ഗോ, ലിറ്റിൽ റെയിൻ ഡ്രോപ്സ്. ചെറിയ മഴത്തുള്ളികളെ പോവാൻ റെഡി ആയിക്കോ, പോവാൻ തയ്യാറായിക്കോളൂ എന്ന് പറയാണ്. ഹു സെഡ്? തണ്ടർ റംബിൾഡ്. തണ്ടറാണ് പറഞ്ഞത്. എ ഗ്രാൻഡ് അഡ്വെഞ്ചർ എവെയ്റ്റ്സ് യു. ഒരു മഹത്തായ സാഹസികത നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഐ ഫെൽ സോ എക്സൈറ്റഡ്. എനിക്ക് എന്ത് തോന്നി? വളരെയധികം ആകാംക്ഷയായി തോന്നി. ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ് ദ ക്ലൗഡ് ബിഫോർ. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ക്ലൗഡിന് പുറത്തേക്ക്, ഈ മേഘത്തിന് പുറത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് ദ റീസൺ ദ റെയിൻ ഡ്രോപ്പ് ഫെൽറ്റ് വെരി എക്സൈറ്റഡ്. അതാണ് നമ്മുടെ ഈ റെയിൻ ഡ്രോപ്പ് വളരെയധികം എക്സൈറ്റഡ് ആവാൻ കാരണം. കാരണം എന്താണ്? ഇറ്റ് ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ് ദ ക്ലൗഡ് ബിഫോർ. അത് ഒരിക്കലും തന്നെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല മേഘം വിട്ടിട്ട്. എന്താണ് ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ നോക്കാം. ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ. വാട്ട്സ് ദാറ്റ്? ക്രൈഡ് ഓൾ ദ റെയിൻ ഡ്രോപ്സ്. എ ഷാർപ്പ് ലൈറ്റ് പിയേഴ്സ്ഡ് ദ ക്ലൗഡ്. ഈച്ച് ഡ്രോപ്പ് വാസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദ ക്ലൗഡ്. ഐ ടു ലീപ്ഡ് വിത്ത് ദം. Down and down we were falling together. We laughed and shouted. Oh, what fun! അപ്പോൾ എങ്ങനെയാണ്, എന്താണ് അവരുടെ അഡ്വെഞ്ചർ എന്ന് നോക്കാം. വാട്ട്സ് ദാറ്റ്? എന്താണത്? ക്രൈഡ് ഓൾ ദ റെയിൻ ഡ്രോപ്സ്. എല്ലാ മഴത്തുള്ളികളും കൂടെ ഒച്ചയിടുകയാണ്. ഇവിടെ കരഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ക്രൈഡ് മീൻസ് കരഞ്ഞു എന്നാണ്, പക്ഷേ
കരഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, വലിയ ശബ്ദത്തോടെ ഒച്ചയുണ്ടാക്കി. എ ഷാർപ്പ് ലൈറ്റ് പിയേഴ്സ് ദ ക്ലൗഡ്. എന്താ കാരണം? ഒരു മൂർച്ചയേറിയ വെളിച്ചം. പിയേഴ്സ് എന്ന് പറഞ്ഞാൽ തുളച്ച് കയറി എന്നാണ്. പിയേഴ്സ് ദ ക്ലൗഡ്. എവിടേക്ക് തുളച്ച് കയറി? എ ഷാർപ്പ് ലൈറ്റ് ഇൻ ദ ക്ലൗഡ്. ക്ലൗഡിൽ തുളച്ച് കയറിയാണ് ഉണ്ടായത്. ഈച്ച് ഡ്രോപ്പ് വാസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദ ക്ലൗഡ്. ആ തുളച്ച് കയറിയപ്പോൾ എന്ത് സംഭവിച്ചു? ഓരോ തുള്ളിയും ഈച്ച് ഡ്രോപ്പ് വാസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദ ക്ലൗഡ്, മേഘത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി. ഐ ടു ലീപ്ഡ് വിത്ത് ദം. ഞാനും കൂടി. ഐ ടു എന്ന് പറഞ്ഞാൽ ഞാനും കൂടി. ലീപ്ഡ് വിത്ത് ദം, അവരുടെ കൂടെ പുറത്തേക്ക് ചാടി. ഡൗൺ ആൻഡ് ഡൗൺ, താഴെ നിന്നും താഴേക്ക്. വി വർ ഫോളിങ് ടുഗെദർ. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് താഴേക്ക് പതിക്കുകയാണ്, താഴേക്ക് വീഴുകയാണ്. വി ലോഫ്ഡ് ആൻഡ് ഷൗട്ടഡ്. ഞങ്ങൾ ഉറക്കത്തിൽ പൊട്ടിച്ചിരിച്ചു, ഒച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. ആൻഡ് ഷൗട്ടഡ്, ഒച്ചയിട്ടു. അവരുടെ സന്തോഷം കൊണ്ടുണ്ടാക്കുന്ന ശബ്ദങ്ങളാണ്. ഓ വാട്ട് ഫൺ, എന്ത് രസമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഒച്ചയിട്ട് വരികയാണ്. ക്യാൻ യു ഗെസ് വാട്ട് വുഡ് ഹാപ്പൻ ടു ദ റെയിൻ ഡ്രോപ്സ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഗെസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വാട്ട് വുഡ് ഹാപ്പൻ ടു ദ റെയിൻ ഡ്രോപ്സ്? എന്താണ് റെയിൻ ഡ്രോപ്സിന്, മഴത്തുള്ളികൾക്ക് സംഭവിക്കുന്നത്? എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കുകയെന്ന് നോക്കാം. അടുത്തതാണ് ദ റെയിൻബോ. ഫ്രം ഹൈ അപ്പ് ഇൻ ദ സ്കൈ വി സോ ദ വേൾഡ് ബിലോ. വി വർ ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ. The trees spread their leafy arms. The flowers waved gently. The birds flew, fluttering their wings. Everyone ran to escape from the rain. But a farmer looked up with hope. We were flying. I enjoyed the wind's playful dance. Sunbeams shone through us. It made us bright and colorful. Red, blue, green. Children looked up and shouted, "Rainbow, rainbow." അപ്പോൾ എന്താണ് മഴവില്ലിൻ്റെ കാര്യം നോക്കാം. ഫ്രം ഹൈ അപ്പ് ഇൻ ദ സ്കൈ, ആകാശത്തിന് മുകളിൽ നിന്നും വി സോ ദ വേൾഡ് ബിലോ, താഴെയുള്ള ലോകത്തെ ഞങ്ങൾ കണ്ടു. വി സോ ദ വേൾഡ് ബിലോ, താഴെയുള്ള ലോകത്തെ ഞങ്ങൾ കണ്ടു. എവിടെ നിന്നുകൊണ്ട്? ഫ്രം ഹൈ അപ്പ് ഇൻ ദ സ്കൈ, ആകാശത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും. വി വർ ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ, ഞങ്ങൾ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദ ട്രീ സ്പ്രെഡ് ദ ലീഫി ആംസ്, അപ്പോഴുള്ള സൈറ്റുകളാണ് പറയുന്നത്. ട്രീ സ്പ്രെഡ്, മരങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നു. ദർ ലീഫി ആംസ്, അവരുടെ ബ്രാഞ്ചസിൽ എന്തുണ്ട്? നിറയെ ഇലകളുണ്ട്, ലീവ്സ് ഉണ്ട്. അപ്പോൾ ആ ലീവ്സ് ഇങ്ങനെ വിടർത്തി നിന്നിട്ട് മരങ്ങൾ നിൽക്കുന്നു. ദ ഫ്ലവേഴ്സ് വേവ്ഡ് ജെൻറ്റ്ലി, പൂക്കൾ മെല്ലെ പതുക്കെ വേവ് ചെയ്യുന്നു, വീശുന്നു. പൂക്കൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ദ ബേർഡ്സ് ഫ്ലൂ, പക്ഷികൾ പറന്നു. ഫ്ലട്ടറിങ് ദ വിങ്സ്, എന്തുകൊണ്ട്? അവരുടെ ചിറകൊക്കെ വിടർത്തിക്കൊണ്ട് അവിടെ പക്ഷികൾ പറന്നു പോകുന്നുണ്ടായിരുന്നു. എവ്രി വൺ റാൻ ടു എസ്കേപ്പ് ഫ്രം ദ റെയിൻ, എല്ലാവരും മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി. ബട്ട് എ ഫാമർ ലുക്ക്ഡ് അപ്പ് വിത്ത് ഹോപ്പ്, പക്ഷേ ഒരു കൃഷിക്കാരൻ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? ബട്ട് എ ഫാമർ ലുക്ക്ഡ് അപ്പ് വിത്ത് ഹോപ്പ്, വളരെ പ്രതീക്ഷയോടെ മുകളിലേക്ക് നോക്കുന്നുണ്ട്. വി വർ ഫ്ലൈങ്, ഞങ്ങൾ പറക്കുകയായിരുന്നു. ഐ എൻജോയ്ഡ് ദ വിൻഡ്സ് പ്ലേഫുൾ ഡാൻസ്, ഞാൻ കാറ്റിൻ്റെ പ്ലേഫുൾ ഡാൻസ്, വളരെ കളിയാർന്ന ഒരു നൃത്തം പോലെയാണല്ലോ നമ്മുടെ കാറ്റ് വീശുന്നത്. അത് ഞാൻ നന്നായി എൻജോയ് ചെയ്തു. ആരാണ് ഇവിടെ? ഞാൻ, ലിറ്റിൽ റെയിൻ ഡ്രോപ്പാണ്. ഐ എൻജോയ്ഡ് ദ വിൻഡ്സ് പ്ലേഫുൾ ഡാൻസ്. സൺബീം ഷോൺ ത്രൂ അസ്, സൂര്യകിരണങ്ങൾ ഷോൺ, തിളങ്ങി അല്ലേ? ഷൈനിൻ്റെ പാസ്റ്റാണ് ഷോൺ. തിളങ്ങി എന്തിലൂടെ? ത്രൂ അസ്, ഞങ്ങളിലൂടെ. അസ് മീൻസ് ഞങ്ങൾ, ത്രൂ എന്ന് പറഞ്ഞാൽ അതിലൂടെ. ത്രൂ അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിലൂടെ. സൺബീംസ് ഷോൺ, സൺബീംസ് സൺറൈസ്, നമ്മൾ സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യകിരണം എന്നൊക്കെ പറയും. സൺബീംസ് തിളങ്ങി. ഇറ്റ് മെയ്ഡ് അസ് ബ്രൈറ്റ് ആൻഡ് കളർഫുൾ, അങ്ങനെ ഞങ്ങളിലൂടെ ആ സൺബീംസ് പോയപ്പോൾ ഞങ്ങൾക്ക് എന്തായി? ബ്രൈറ്റ് ആൻഡ് കളർഫുള്ളായി. ഞങ്ങൾ വളരെയധികം വെളിച്ചമുള്ളതും അതുപോലെ നല്ല നിറമുള്ളതുമായി. ബ്രൈറ്റ് ആൻഡ് കളർഫുള്ളായി. എന്തൊക്കെയാണ് കളേഴ്സ് ഉണ്ട്? റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അങ്ങനെ. ചിൽഡ്രൻ ലുക്ക്ഡ് അപ്പ് ആൻഡ് ഷൗട്ടഡ്, ഇത് കണ്ടിട്ട് കുട്ടികൾ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഒച്ചയിട്ടു. റെയിൻബോ, റെയിൻബോ എന്ന്. അപ്പോൾ മഴവില്ലുണ്ടാവുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ ആ മഴത്തുള്ളികളിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് റെയിൻബോ ആയിട്ട് കാണപ്പെടുന്നത്. വൈ ഡിഡ് ദ ഫാമർ ലുക്ക് അപ്പ് വിത്ത് ഹോപ്പ്, എന്തുകൊണ്ടാണ് ഫാമർ മുകളിലേക്ക് പ്രതീക്ഷയോടെ നോക്കിയത്? വൈ ഡിഡ് ദ ചിൽഡ്രൻ ഷൗട്ട്, എന്തുകൊണ്ടാണ് കുട്ടികൾ ഒച്ചയിട്ടത്? അടുത്ത ടൈറ്റിലാണ് ദ ആംഗ്രി ക്യാറ്റ്. Wow, are they welcoming us? We were very excited. A brown cat hid under a tree looking puzzled. At last, I landed on the cat with a soft splat. It shook its fur angrily. I fell on the soil with a sharp splash.
I felt the fresh, warm touch of the soil. Ah, what a pleasant smell! How refreshing it is. The angry cat. ദേഷ്യം പിടിച്ച പൂച്ച. Wow, are they welcoming us? We were very excited. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ റെയിൻ ഡ്രോപ്പിന് തോന്നുകയാണ്, അവർ നമ്മളെ വെൽക്കം ചെയ്യാൻ, നമ്മളെ സ്വാഗതം ചെയ്യാൻ നിൽക്കുകയാണോ, സ്വാഗതം ചെയ്യുകയാണോ. വി വർ വെരി എക്സൈറ്റഡ്. ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയി. എ ബ്രൗൺ ക്യാറ്റ് ഹിഡ് അണ്ടർ എ ട്രീ. ആ സമയത്ത് എന്താണ്, ഒരു ബ്രൗൺ കളറുള്ള ക്യാറ്റ്, ഒരു പൂച്ച ഒരു മരത്തിന് താഴെ ഹിഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒളിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒളിച്ച് നിൽക്കുക. ഹൈഡിൻ്റെ പാസ്റ്റാണ് ഹിഡ്. അപ്പോൾ ഒളിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. ലുക്കിംഗ് പസിൽഡ്, വളരെയധികം ആശയക്കുഴപ്പത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മഴ പെയ്യല്ലേ. അറ്റ് ലാസ്റ്റ് ഐ ലാൻഡഡ് ഓൺ ദ ക്യാറ്റ് വിത്ത് എ സോസ് സ്പ്ലാറ്റ്. അവസാനം ഞാൻ എവിടെ പോയി ലാൻഡ് ചെയ്തു? ഓൺ ദ ക്യാറ്റ് വിത്ത് എ സോഫ്റ്റ് സ്പ്ലാറ്റ്. ഈ ക്യാറ്റിൻ്റെ മേലെയാണ്, ഈ പൂച്ചയുടെ മേലെയാണ് ഈ നമ്മുടെ ലിറ്റിൽ റെയിൻ ഡ്രോപ്പ് വന്ന് പതിക്കുന്നത്. ഇറ്റ് ഷുക്ക് ഇറ്റ്സ് ഫർ ആംഗ്രിലി. അപ്പോൾ വെള്ളം തട്ടിയ പൂച്ചകൾക്ക് ഇഷ്ടാവോ? ഇല്ല. അത് ദേഷ്യത്തോടെ അതിൻ്റെ ആ ക്യാറ്റിൻ്റെ തൊലിയിലെ രോമം ഇങ്ങനെ ഇളക്കി. ഐ ഫെൽ ഓൺ ദ സോയിൽ വിത്ത് എ ഷാർപ്പ് സ്പ്ലാഷ്. അപ്പം പൂച്ച ഇങ്ങനെ ഇളക്കിയപ്പം എന്ത് സംഭവിച്ചു? നമ്മുടെ ലിറ്റിൽ റെയിൻ ഡ്രോപ്പ് എവിടേക്ക് പോയി തെറിച്ചു വീണു? മണ്ണിലേക്ക്, സോയിലിൽ തെറിച്ചു വീണു. ഐ ഫെൽ, ഞാൻ വീണു. ഓൺ ദ സോയിൽ, എവിടെ? മണ്ണിന്മേൽ. വിത്ത് എ ഷാർപ്പ് സ്പ്ലാഷ്, വളരെയധികം സ്പ്ലാഷായിട്ട് അങ്ങനെ വീണു എന്നുള്ള അർത്ഥമാണ്, തെറിച്ചു വീണു എന്നുള്ള അർത്ഥം. ഐ ഫെൽ ദ ഫ്രഷ് വാം ടച്ച് ഓഫ് ദ സോയിൽ. എനിക്ക് എന്ത് ഫീൽ ചെയ്തു? എനിക്ക് എന്ത് തോന്നി? നല്ല ഫ്രഷ് ആയിട്ടുള്ള ചൂടുള്ള ടച്ച് ഓഫ് ദ സോയിൽ, മണ്ണിൻ്റെ ഒരു നനവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തൊടലായി തോന്നി. വാട്ട് എ പ്ലസൻറ്റ് സ്മെൽ. എന്തൊരു നല്ല സ്മെല്ലാണ്, നല്ല സുഗന്ധമാണ് വരുന്നത്. ഹൗ റീഫ്രഷിങ് ഇറ്റ് ഈസ്. എന്തൊരു സുഖകരമായ കാര്യമാണതെന്നൊക്കെ ഇവനാദ്യമായിട്ടാണ് ഈ റെയിൻ ഡ്രോപ്പ് വന്ന് വീഴുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീലാണ് പറയുന്നത്. വാട്ട് ഡിഡ് ദ ക്യാറ്റ് ഡു വെൻ ദ റെയിൻ ഡ്രോപ്പ് ഫെൽ ഓൺ ഇറ്റ്. എന്തായിരുന്നു ആ ക്യാറ്റ് ചെയ്തത് റെയിൻ ഡ്രോപ്പ് അതിൻ്റെ മേലെ വീണപ്പോൾ? അടുത്തതാണ് തേഴ്സ്റ്റി റൂട്ട്സ്. ഇപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ ലിറ്റിൽ റെയിൻ ഡ്രോപ്പിൻ്റെ അഡ്വഞ്ചറാണ്, ഭൂമിയിലേക്ക് പതിക്കുമ്പോഴുള്ള സാഹസിക യാത്രയെ പറ്റിയാണ് പറയുന്നത്. തേഴ്സ്റ്റി റൂട്ട്സ്, ദാഹാർത്തരായ വേരുകൾ. തേഴ്സ്റ്റി റൂട്ട്സ്, ദാഹിച്ചു വലഞ്ഞ വേരുകൾ എന്ന് പറയും. സം ഓഫ് മൈ ഫ്രണ്ട്സ് ലാൻഡഡ് ഓൺ ദ ലീവ്സ്, others gently kissed the flowers. Some splashed on the ground and formed tiny puddles. I seeped into the soil, trickling down and down. The thirsty roots of paddy were searching for water. What a tender touch! I was waiting for water, a root sighed. For some of my friends landed on the leaves. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഈ നമ്മുടെ ലിറ്റിൽ റെയിൻ ഡ്രോപ്പിൻ്റെ ചില കൂട്ടുകാർ ലാൻഡഡ് ഓൺ ദ ലീവ്സ്. ചിലർ മണ്ണിൽ വീണു, ചിലർ പൂച്ചയുടെ മേലെ വീണു, ചിലർ ഇലയിൽ വീണു. അങ്ങനെ പല റെയിൻ ഡ്രോപ്പുകൾ വരുമല്ലോ. അപ്പോൾ സം ഓഫ് മൈ ഫ്രണ്ട്സ് ലാൻഡഡ് ഓൺ ദ ലീവ്സ്. കുറച്ച് ആളുകൾ ഇലകളിലാണ് വീണത്. അതേഴ്സ് ജെൻലി കിസ് ദ ഫ്ലവേഴ്സ്. മറ്റ് ചിലർ ഫ്ലവേഴ്സിനെ ചുംബിക്കാനാണ് പോയത്. അങ്ങനെ പറഞ്ഞാൽ ഫ്ലവേഴ്സിലാണ് വീണത്. പൂക്കളിന്മേൽ വീണ കുറച്ച് റെയിൻ ഡ്രോപ്സ് വേറെ. സം സ്പ്ലാഷ്ഡ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ഫോം ടൈനി പഡിൽസ്. ചിലർ തെറിച്ച് വീണത് നിലത്താണ്. ആൻഡ് ഫോംഡ് ടൈനി പഡിൽസ്, വെരി സ്മോൾ ആയിട്ട് ചെറിയ കുഞ്ഞു വെള്ളക്കെട്ടുകൾ ഉണ്ടാവുമല്ലോ, കുഞ്ഞു മഴത്തുള്ളികൾ വന്ന് ചേർന്നിട്ടുണ്ടാകുന്ന പഡിൽസ്. ഐ സീപ്ഡ് ഇൻ ദ സോയിൽ. ഞാൻ എവിടേക്ക് ഇറങ്ങി? മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി. ട്രിക്ലിംഗ് ഡൗൺ ആൻഡ് ഡൗൺ, വീണ്ടും താഴേക്ക് ഞാൻ ഇറങ്ങിപ്പോവാണ്. ദ തേഴ്സ്റ്റി റൂട്ട്സ് ഓഫ് പാഡി വാസ് സെർച്ചിങ് ഫോർ വാട്ടർ. അപ്പോൾ ദാഹിച്ച വേരുകൾ ഓഫ് പാഡി, എന്തിൻ്റെയാണ്? ഒരു നെൽവയലിൻ്റെ ദാഹിച്ച് വരേണ്ട വേരുകളിലാണ്. അതെന്ത് ചെയ്യായിരുന്നു? വാസ് സെർച്ചിങ് ഫോർ വാട്ടർ, വെള്ളത്തിനായി അത് തിരഞ്ഞു നടക്കുകയായിരുന്നു ദാഹിച്ചിട്ട്. വാട്ട് എ ടെൻഡർ ടച്ച്! ഐ വാസ് വെയിറ്റിംഗ് ഫോർ വാട്ടർ. എന്തൊരു സുഖമുള്ള തൊടലാണ്, അല്ലെങ്കിൽ ടച്ചാണ്, സ്പർശമാണ്. ഐ വാസ് വെയിറ്റിംഗ് ഫോർ വാട്ടർ. ഞാൻ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എ റൂട്ട് സൈഡ്, ഒരു വേര്. സൈ എന്ന് പറഞ്ഞാൽ ദീർഘനിശ്വാസം വിടുക, ആശ്വാസം. കാരണം വെള്ളത്തിൻ്റെ തുള്ളി തട്ടിയപ്പോഴുള്ള സന്തോഷം, ആശ്വാസമാണ് കാണിക്കുന്നത്. എ റൂട്ട് സൈഡ്, ആ ദീർഘനിശ്വാസം വിട്ടു. വാട്ട് ഹാപ്പൻ ടു ദ റെയിൻ ഡ്രോപ്സ് ഫ്രണ്ട്സ്. എന്തൊക്കെയാണ് സംഭവിച്ചത് നമ്മുടെ റെയിൻ ഡ്രോപ്പിൻ്റെ കൂട്ടുകാർക്ക് എന്നാണ് ചോദിക്കുന്നത്. എ ഡ്രോപ്പ് ഓഫ് ജോയ്, ഒരു തുള്ളിയുടെ, ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ തുള്ളി, അതിൻ്റെ സന്തോഷം, ഒരു തുള്ളിയുടെ സന്തോഷം എന്താണെന്ന് നോക്കാം നമുക്ക്. ഐ വാസ് ഡ്രോൺ ഇൻ ടു ദ റൂട്ട്സ്, ദെൻ സ്ലോലി ഐ ട്രാവൽഡ് അപ്വേർഡ്. ഇറ്റ് വാസ് ക്വൈറ്റ് എ ക്ലൈംബ്. വാട്ട് എ നൈസ് സർപ്രൈസ്. മൈ ഫ്രണ്ട്സ് വർ ഓൾറെഡി ഇൻസൈഡ്.
Ah, you have come just in time, the plant whispered as I reached its top. The sun began to set. The sky turned orange in color. The leaves of the paddy rustled gently in the breeze. അപ്പോൾ എന്താണ് ഒരു തുള്ളിയുടെ സന്തോഷം നോക്കാം. ഐ വാസ് ഡ്രോൺ ഇൻ ടു ദ റൂട്ട്സ്. ഞാൻ അങ്ങനെ ആ വേരുകളിലൂടെ ഇറങ്ങി. ദെൻ സ്ലോലി ഐ ട്രാവൽഡ് അപ്പ്. ആ ഇറങ്ങിപ്പോയ ഞാൻ വീണ്ടും മുകളിലേക്ക് യാത്ര ചെയ്തു. സ്ലോലി പതുക്കെ പതുക്കെ ഞാൻ മുകളിലേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തു. ഇറ്റ് വാസ് ക്വൈറ്റ് എ ക്ലൈം. അതൊരു കയറ്റമായിരുന്നു. വാട്ട് എ നൈസ് സർപ്രൈസ്. എന്തൊരു മനോഹരമായ അത്ഭുതമാണ്. മൈ ഫ്രണ്ട്സ് വർ ഓൾറെഡി ഇൻസൈഡ്. എൻ്റെ കൂട്ടുകാർ ആദ്യേ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനതിന് ശേഷമാണ് വരുന്നത്. യു ഹാവ് കം ജസ്റ്റ് ഇൻ ടൈം. നീ കറക്റ്റ് സമയത്തിന് തന്നെ വന്നല്ലോ എന്ന് ദ പ്ലാന്റ് വിസ്പേർഡ് ആസ് ഐ റീച്ച്ഡ് ഇറ്റ്സ് ടോപ്പ്. ആ ചെടി വിസ്പർ ചെയ്യാന്ന് മന്ത്രിച്ചു. ആസ് ഐ റീച്ച്ഡ് ഇറ്റ്സ് ടോപ്പ്. അതിൻ്റെ മുകളിലേക്ക്, ആ ചെടിയുടെ മുകളിലേക്ക് ഞാൻ എത്തിച്ചേർന്നപ്പോൾ ആ പ്ലാന്റ് എന്താ വിസ്പർ ചെയ്തത്? യു ഹാവ് കം ജസ്റ്റ് ഇൻ ടൈം. നീ കറക്റ്റ് സമയത്തിന് എത്തിയല്ലോ എന്ന് പറയണം. ദ സൺ ബിഗെയിൻ ടു സെറ്റ്. അപ്പോൾ അതിന് വൈകുന്നേരം ആയിരുന്നു അല്ലേ. സൺ ബിഗെയിൻ ടു സെറ്റ്. സൂര്യൻ തുടങ്ങിയിരുന്നു. ദ സ്കൈ ടേൺഡ് ഓറഞ്ച് ഇൻ കളർ. ആകാശം ഓറഞ്ച് നിറമായി മാറിക്കൊണ്ടിരുന്നു. ദ ലീവ്സ് ഓഫ് ദ പാഡി റസിൽഡ് ജെന്റ്ലി ഇൻ ദ ബ്രീസ്. ആ വയലോലകൾ അല്ലെങ്കിൽ വയലിൻ്റെ ഇലകൾ, നെല്ലിൻ്റെ ഇലകൾ റസിൽഡ് ഇങ്ങനെ ഒച്ചയുണ്ടാക്കി. റസിൽഡ് എന്ന് പറഞ്ഞാൽ തമ്മിൽ കൂട്ടിയ രസ. ജെന്റ്ലി ഇൻ ദ ബ്രീസ്. നല്ല മനോഹരമായ കാറ്റത്ത്. ബ്രീസ് എന്ന് പറഞ്ഞാൽ സ്മോൾ വിൻഡ് എന്നർത്ഥം. വളരെ സുഖകരമായ കുഞ്ഞു കാറ്റത്ത് ഇങ്ങനെ ലീവ്സ് ഓഫ് ദ പാഡി, ആ നെല്ലിൻ്റെ ഓലകൾ ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു, നെല്ലിൻ്റെ ഇലകൾ ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു. വാട്ട് ചേഞ്ചസ് ഡിഡ് സൺസെറ്റ് ബ്രിങ് ടു ദ സ്കൈ. എന്തൊക്കെ മാറ്റങ്ങളാണ് സൂര്യാസ്തമയം ആകാശത്ത് കൊണ്ടുവന്നതെന്നാണ് ചോദിക്കുന്നത്. അടുത്തത് ദ റൈസ് ഓഫ് ദ റെയിൻ ഡ്രോപ്പ്. ദ മോർണിംഗ് കെയിം. ദ സൺ ഷോൺ ഹോട്ട് ആൻഡ് ബ്രൈറ്റ്. വി ഫെൽറ്റ് സംതിങ് സ്ട്രേഞ്ച്. ഹേ, ഹു ഈസ് പുള്ളിങ് us from above? I wondered. Slowly we drifted upwards. We began to float higher and higher. I looked down at the field below. The earth was getting smaller. The rivers looked like silver threads. The fields and gardens looked like a green carpet. But the rise of the raindrop. മഴത്തുള്ളിയുടെ ഉയർച്ച. ദ മോർണിംഗ്, അതാണ് ഹെഡിങ്. ദ മോർണിംഗ് കെയിം. അങ്ങനെ രാവിലെ വന്നു, അല്ലെങ്കിൽ രാവിലെയായി. ദ സൺ ഷോൺ ഹോട്ട് ആൻഡ് ബ്രൈറ്റ്. സൂര്യൻ നല്ല വെളിച്ചത്തിൽ, നല്ല ചൂടോടെയും തെളിച്ചത്തോടെയും പ്രകാശിക്കുന്നുണ്ടായിരുന്നു. വി ഫെൽ സംതിങ് സ്ട്രേഞ്ച്. ഞങ്ങൾക്ക് ഫെൽ സംതിങ് സ്ട്രേഞ്ച്, എന്തോ ഒരു അപരിചിതത്വം തോന്നി. ഹേ, ഹൂ ഈസ് പുള്ളിങ് us from above? ആരാണ് ഞങ്ങളെ മുകളിൽ നിന്ന് ഇങ്ങനെ വലിക്കുന്നത്? ഐ വണ്ടേർഡ്. ഞാൻ അത്ഭുതപ്പെട്ടു. അവരിങ്ങനെ സുഖമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നല്ല സൺലൈറ്റൊക്കെ വന്നപ്പോൾ ആരോ പുള്ള് ചെയ്യുന്നുണ്ട്, വലിക്കുന്നുണ്ട് മുകളിലേക്ക്. ഫ്രം എബവ്. സ്ലോലി വി ഡ്രിഫ്റ്റഡ് അപ്വേർഡ്സ്. പതുക്കെ ഞങ്ങൾ മുകളിലേക്ക് ഉയർത്തപ്പെട്ടു. വി ബിഗേൻ ടു ഫ്ലോട്ട് ഹയർ ആൻഡ് ഹയർ. ഞങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി പോകാൻ തുടങ്ങി. ഫ്ലോട്ട് ചെയ്യുന്ന പൊന്തി കിടക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ മുകളിലേക്കായിട്ട് ഞങ്ങളിങ്ങനെ പൊന്താൻ തുടങ്ങി. ഐ ലുക്ക് ഡൗൺ അറ്റ് ദ ഫീൽഡ് ബിലോ. ഞാൻ താഴേക്ക് നോക്കി. എന്താ നോക്കാൻ കാരണം അവിടെയുള്ള വയലുകൾ, ആ ഫീൽഡ്, പാടങ്ങളൊക്കെ നോക്കുകയാണ്. ദ എർത്ത് വാസ് ഗെറ്റിംഗ് സ്മോൾ. അപ്പോൾ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഭൂമി വളരെ വളരെ ചെറിയതായിട്ട്, ഗെറ്റിംഗ് സ്മോളർ, കുഞ്ഞതായിട്ട് തോന്നിക്കുന്നുണ്ട്. ദ റിവേഴ്സ് ലുക്ക് ലൈക്ക് എ സിൽവർ ത്രെഡ്സ്. പുഴകളും നദികളൊക്കെ എന്തായി തോന്നുന്നു? ലുക്ക്ഡ് ലൈക്ക് എ സിൽവർ ത്രെഡ്സ്. നല്ല വെള്ളിനാര് പോലെ, വെള്ളിനൂല് പോലെ തോന്നുന്നു. ദ ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ് ലുക്ക്ഡ് ലൈക്ക് എ ഗ്രീൻ കാർപ്പറ്റ്. വയലുകളും പൂന്തോട്ടങ്ങളൊക്കെ എന്തായിട്ടാണ് തോന്നുന്നത്? ലൈക്ക് എ ഗ്രീൻ കാർപ്പറ്റ്. ഒരു പച്ച പരവതാനി വിരിച്ച പോലെയാണ് ഈ റെയിൻ ഡ്രോപ്പിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ തോന്നിയത്. വാട്ട് ഹാപ്പൻ വെൻ ദ റെയിൻ ഡ്രോപ്സ് വർ പുൾഡ് ഫ്രം എബോവ്? മുകളിൽ നിന്ന് വലിച്ചു കൊണ്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ മുകളിൽ നിന്ന് വലിക്കപ്പെട്ടപ്പോൾ നമ്മുടെ റെയിൻ ഡ്രോപ്പിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ദ റിട്ടേൺ, തിരിച്ചു വരവ്. I feel sad to leave my new friends. We had so much fun, said a raindrop. Hey, don't cry, I consoled him. We have brought joy to many. Look, the farmer is happy. His fields are green once again because of us. By now, the raindrops had reached the cloud. Welcome back and take rest, said the cloud. When shall we meet our friends again? We asked. The cloud replied, soon the wind will blow again. You will have new adventures when it starts to rain again. അപ്പോൾ എന്താണ് തിരിച്ചു വരവ് നോക്കാം. ഐ ഫീൽ സാഡ് ടു ലീവ് മൈ ന്യൂ ഫ്രണ്ട്സ്. എനിക്ക് എന്ത് തോന്നി? വളരെയധികം ദുഃഖം തോന്നി. ആ പുതിയ കൂട്ടുകാരൊക്കെ വിട്ടുപോരുന്നതിൽ എനിക്ക് സങ്കടം തോന്നുന്നുണ്ടായിരുന്നു അല്ലേ. വി ഹാഡ് സോ മച്ച് ഫൺ. അവർക്ക് വളരെയധികം, ഞങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? വി ഹാഡ് സോ മച്ച് ഫൺ. ഞങ്ങൾക്ക് ഭയങ്കര രസകരമായിരുന്നു. സെഡ് എ റെയിൻ ഡ്രോപ്പ്. ഒരു മഴത്തുള്ളി പറഞ്ഞു.
ഹേ ഡോൺ ക്രൈ, അത് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ കരയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഐ കൺസോൾഡ് ഹിം. ഐ കൺസോൾഡ് എന്ന നമ്മുടെ ഈ ലിറ്റിൽ റെയിൻ ഡ്രോപ്പ്, കൺസോൾ ചെയ്യുന്നതാണ് ആശ്വസിപ്പിക്കുക. കൺസോൾഡ് ആശ്വസിപ്പിച്ചു, അവനെ മറ്റൊരു റെയിൻ ഡ്രോപ്പിനെ ആശ്വസിപ്പിച്ചു. വി ഹാവ് ബ്രോട്ട് ജോയ് ടു മെനി, നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് സന്തോഷം കൊടുത്തു അല്ലേ. ലുക്ക് ദ ഫാമർ ഈസ് ഹാപ്പി, നോക്ക് ലുക്ക് ദ ഫാമർ ഈസ് ഹാപ്പി, നോക്ക് ആ കൃഷിക്കാരൻ വളരെയധികം സന്തോഷവാനാണ്. ഹിസ് ഫീൽഡ്സ് ആർ ഗ്രീൻ വൺസ് അഗെയിൻ ബിക്കോസ് ഓഫ് അസ്, അവൻ്റെ വയലുകളെല്ലാം തന്നെ പച്ചപ്പാർന്നു. വൺസ് അഗെയിൻ, വീണ്ടും തന്നെ. ബിക്കോസ് ഓഫ് അസ്, ആരെ കൊണ്ടാണ്? നമ്മളെ കൊണ്ടാണത്. ഹിസ് ഫീൽഡ്സ് ആർ ഗ്രീൻ വൺസ് അഗെയിൻ ബിക്കോസ് ഓഫ് അസ്, നമ്മളെ കൊണ്ട് അവൻ്റെ വയലുകളെല്ലാം വീണ്ടും പച്ചപ്പാർന്നു. ബൈ നൗ ദ റെയിൻ ഡ്രോപ്സ് ഹാഡ് റീച്ച് ദ ക്ലൗഡ്, ഇപ്പോൾ അവർ ഈ റെയിൻ ഡ്രോപ്സ് എല്ലാം വീണ്ടും എവിടെ എത്തിച്ചേർന്നു? ക്ലൗഡിനുള്ളിൽ തന്നെ തിരിച്ചെത്തി. വെൽക്കം ബാക്ക് ആൻഡ് ടേക്ക് റെസ്റ്റ് സാറ്റ് ദ ക്ലൗഡ്, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു തിരിച്ച്. ആൻഡ് ടേക്ക് റെസ്റ്റ്, നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ, വിശ്രമിക്കൂ എന്ന് ക്ലൗഡ് പറഞ്ഞു. വെൻ ഷാൾ വി മീറ്റ് അവർ ഫ്രണ്ട്സ് അഗെയിൻ വി ആസ്റ്റ്, ഞങ്ങൾ ചോദിച്ചെന്ത്? വെൻ ഷാൾ വി മീറ്റ് അവർ ഫ്രണ്ട്സ് അഗെയിൻ, ഞങ്ങൾ എന്നാണ് ഇനി വീണ്ടും നമ്മുടെ കൂട്ടുകാരൊക്കെ, പുതിയ കൂട്ടുകാരൊക്കെ കാണുക? ദ ക്ലൗഡ് റിപ്ലൈഡ്, ക്ലൗഡ് എന്താ മറുപടി പറഞ്ഞത്? സൂൺ ദ വിൻഡ് വിൽ ബ്ലോ അഗെയിൻ, പെട്ടെന്ന് തന്നെ കാറ്റ് വീണ്ടും വീശുമ്പോൾ നമുക്ക് പോകാം. യു വിൽ ഹാവ് ന്യൂ അഡ്വഞ്ചേഴ്സ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ടു റെയിൻ അഗെയിൻ, അപ്പം വീണ്ടും മഴ പെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ സാഹസികതയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ക്ലൗഡ് റിപ്ലൈ കൊടുക്കുകയാണ്. വൈ ഡിഡ് ദ റെയിൻ ഡ്രോപ്പ് സേ ഐ ഫീൽ സാഡ്, എന്തുകൊണ്ടാണ് റെയിൻ ഡ്രോപ്പ് പറഞ്ഞത് എനിക്ക് സങ്കടം തോന്നുന്നുണ്ടെന്ന്? വൈ വാസ് ദ ഫാമർ ഹാപ്പി, എന്തുകൊണ്ടാണ് ഫാമർ ഹാപ്പി ആയത്? ഓക്കെ, ദിസ് ഈസ് ദ end of the story.